ഹായ് ഗൈസ്, നമ്മൾ ഇതുവരെ കുറച്ച് സ്കിൻ കെയർ വീഡിയോസ് കണ്ടു, അതുപോലെ നെയിൽസും കണ്ടു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു ഹെയർ കെയർ വീഡിയോസാണ്. അതായത് ഹെയർ കെയറിൻ്റെ ഫസ്റ്റ് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹെയർ വാഷാണ്. ഹെയർ വാഷിൽ പല കൺഫ്യൂഷൻസും നമ്മുടെ ഇടയിലുണ്ട്. അതായത് ചിലർ പറയും ഡെയിലി ഹെയർ വാഷ് ചെയ്യണമെന്ന്, അപ്പോൾ ചിലർ പറയും ഡെയിലി ഹെയർ വാഷ് ചെയ്യേണ്ടെന്ന്. ഇതിലേതാ സത്യമെന്നറിയോ? അതായത് ആക്ച്വലി ഇവർ രണ്ടുപേരും പറയുന്നതും ശരിയാണ്. അതായത് ചിലർക്ക് ഡെയിലി ഹെയർ വാഷ് ചെയ്യണം, കാരണം അവരുടെ സ്കാൽപ്പ് ഓയിലി സ്കാൽപ്പാണെങ്കിൽ അവർ ഹെയർ ഡെയിലി വാഷ് ചെയ്യണം. ഇല്ലെങ്കിൽ ഈ ഓയിലി സ്കാൽപ്പ് ആയതുകൊണ്ട് തന്നെ ഈ പുറത്തുനിന്നുള്ള ഡസ്റ്റും ഡേർട്ടും നമ്മുടെ തന്നെ ഡെഡ് സെൽസൊക്കെ അടിഞ്ഞ് കയറിയിരുന്ന് അവിടെ നല്ല രീതിയിൽ സ്കാൽപ്പിൽ ഇച്ചിങ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന ഡാൻഡ്രഫ് ഉണ്ടാക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതേസമയം നമുക്കൊരു ഡ്രൈ സ്കാൽപ്പാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹെയർ ആൾട്ടർനേറ്റീവ് ഡേയ്സിൽ വാഷ് ചെയ്താൽ മതി. ഈ ഡ്രൈ സ്കാൽപ്പിൽ തന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇൻസൈഡ് വർക്ക് ചെയ്യുന്നത് ഇൻഡോറിൽ വർക്ക് ചെയ്യുന്ന ഒരു കസ്റ്റമർ ആണെങ്കിൽ ഇഷ്യൂസ് ഇല്ല. അതേസമയം നമ്മൾ ഔട്ട്ഡോറിൽ വർക്ക് ചെയ്യുന്ന, അതായത് പുറത്ത് വർക്ക് ചെയ്യുന്ന ഒരു കസ്റ്റമർ ആണെങ്കിൽ നമ്മൾ ഡെയിലി വാഷ് ചെയ്യണം, ഡ്രൈ സ്കാൽപ്പ് ആണെങ്കിൽ കൂടി. റീസൺ ഇത്രേ ഉള്ളൂ, നമ്മൾ ഔട്ട്ഡോർ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ ആയിട്ടുള്ള ഡസ്റ്റും ഡേർട്ടൊക്കെ സ്കാൽപ്പിൽ വന്ന് ഇരിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ സ്കാൽപ്പിൽ വന്ന് ഈ പൊല്യൂഷൻസ് അടിയുമ്പോൾ ഇവരുടെ സ്കാൽപ്പിൽ ഈ പറയുന്ന ഇച്ചിങ്ങും ഇറിറ്റേഷൻസും വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം അതിൽ നിന്നൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹെയർ ഡെയിലി വാഷ് ചെയ്യണം എന്ന് പറയണത്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മൾ ഡെയിലി വാഷ് ചെയ്യേണ്ട സ്കാൽപ്പും ഉണ്ട്, ഡെയിലി വാഷ് ചെയ്യേണ്ടാത്ത സ്കാൽപ്പുണ്ട്. അപ്പോൾ ഈ പറയുന്ന തർക്കം രണ്ടും ശരിയാണ്. ഡ്രൈ സ്കാൽപ്പാണോ അല്ലെങ്കിൽ ഓയിലി സ്കാൽപ്പാണോ എന്നെങ്ങനെ നമ്മൾ തിരിച്ചറിയാം എന്ന് നോക്കിയാൽ, ഇപ്പോൾ ഒരു ഓയിലി സ്കാൽപ്പായുള്ള കസ്റ്റമർ ആണ് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി, ഇപ്പോൾ ഞാൻ ഇന്ന് ഹെയർ വാഷ് ചെയ്തു നാളെ വാഷ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ഹെയറിൽ ഓട്ടോമാറ്റിക്കലി ഒരു ഓയിൽ പ്രസൻസ് ഹെയറിലും സ്കാൽപ്പിലും ഉണ്ടാകും. അതുപോലെ തന്നെ ഇവരുടെ ഡാൻഡ്രഫ്, ഓയിലി സ്കാൽപ്പുള്ളവരുടെ ഡാൻഡ്രഫ് ആണെങ്കിൽ നമ്മൾ ഡാൻഡ്രഫ് നമ്മുടെ കയ്യിലോ അല്ലെങ്കിൽ ഈ നെയിൽസിൻ്റെ ഇടയിൽ പറ്റുന്ന സമയത്ത് ഭയങ്കരമായിട്ടും ഒരു ക്രീമി എഫക്റ്റ് ആയിരിക്കും ഉണ്ടാവുക ഈ ഡാൻഡ്രഫിന്. അതേസമയം ഡ്രൈ സ്കാൽപ്പാണെങ്കിൽ ഇവരുടെ ഹെയർ എപ്പോഴും ഫ്രിസ്സി ആയിരിക്കും, ഡ്രൈ ആയിട്ട് തീരെ എണ്ണമയം ഇല്ലാത്ത രീതിയിൽ ഭയങ്കര ഫ്രിസ്സി എഫക്റ്റ് ആയിരിക്കും ഉണ്ടാകുക. അതുപോലെ തന്നെ ഇവരുടെ ഡാൻഡ്രഫ് കൂടുതലും പൊടിഞ്ഞു വരും. അതായത് ഈ പറയുന്ന ഓയിലി സ്കാൽപ്പുകാരുടെ ഡാൻഡ്രഫ് അങ്ങനെ അധികം പൊടിഞ്ഞു വീഴാറില്ല. ഡ്രൈ സ്കാൽപ്പിനാണ് പലപ്പോഴും നമ്മൾ ഈ പറയുന്ന പോലെ ഡ്രസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ഫേസിലൊക്കെ ഈ ഡാൻഡ്രഫാണ് പലപ്പോഴും പൊടിഞ്ഞു വീഴുന്നതുള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമ്മുടെ സ്കാൽപ്പിൻ്റെ കണ്ടീഷൻ മനസ്സിലാക്കി ഓരോരുത്തരും തീരുമാനിച്ചാൽ മതി എനിക്ക് ഡെയിലി വാഷ് ചെയ്യണോ ഡെയിലി വാഷ് ചെയ്യേണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോയ്ക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.